മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വരുന്നത്. നിലവിൽ തൊഴിലുറപ്പ് വേതനം മുടങ്ങിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇവർക്ക് വേണ്ടിയുള്ള ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കണം എന്നൊക്കെയുള്ള പ്രതിഷേധങ്ങൾ ഒക്കെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഈ പ്രതിഷേധങ്ങൾക്കൊക്കെ ബലം കാണുകയാണ് ഇപ്പോൾ. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പ്രവൃത്തി ദിനങ്ങൾ, തൊഴിൽ വേതനങ്ങളൊക്കെ വർദ്ധിക്കുവാൻ പോകുകയാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ഇവർക്ക് വേണ്ടി ക്ഷേമനിധി ബോർഡ് നിലവിൽ വരികയാണ്. ഇത്തരം വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. ഇതുപോലുള്ള ഇൻഫർമേഷൻ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ അത് സഹായിക്കുന്നതായി. സംസ്ഥാനത്തെ 14 ലക്ഷത്തിലധികം തൊഴിലാളികൾ ഏകദേശം 450 കോടി രൂപയാണ് കുടിശ്ശിക. തൊഴിൽ ദിന ബഡ്ജറ്റ് കേന്ദ്രം പുതുക്കി നൽകാത്തതിനാലാണ് വേതനം ലഭിക്കാത്തത്. ഈ സാമ്പത്തിക വർഷം 6 കോടിയോളം തൊഴിൽ ദിനങ്ങളാണ് കേരളം കേന്ദ്രത്തിന് അനുവദിച്ചത്. ഇത് കേരളം ഡിസംബറിൽ കൈവച്ചിരുന്നു. നിലവിൽ 8.5 കോടിയോളം തൊഴിൽ ദിനങ്ങൾ കേരളത്തിൽ പൂർത്തിയായി. സാധാരണക്കാർക്ക് വർഷത്തിൽ 100 ദിവസമെങ്കിലും തൊഴിലും അതിലൂടെ വരുമാനവും ഉറപ്പാക്കുവാൻ വേണ്ടിയാണ് തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത്. ജോലിക്കെത്തി തൊഴിലാളികളുടെ മസ്റ്റർ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്ത ശേഷം 15 ദിവസത്തിനകം വേതനം നൽകാറുണ്ട്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വേതനമിനത്തിൽ ഈ സാമ്പത്തിക വർഷം കേന്ദ്ര സർക്കാർ ഏകദേശം 6434 കോടി രൂപ സംസ്ഥാന സർക്കാർക്ക് നൽകാം. തൊഴിലാളികൾ അവരുടെ പ്രതിദിന വേതനം കേരളത്തിൽ 346 രൂപയാണ്. നിലവിലെ ജീവിതശൈലിയും വിലവർധനവിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തൊഴിലുറപ്പ് കൂലിയായിരിക്കുന്ന 346 രൂപ എന്ന വളരെ ഒരു ചെറിയ തുകയാണ്. അതിനാൽ തന്നെ വിവിധ സംസ്ഥാനങ്ങളിലെ കണക്ക് പാർലമെന്ററി സമിതി ഏറ്റെടുക്കുകയും കൃത്യമായി പഠിച്ചതിന് ശേഷം നമ്മുടെ ജീവിത ചിലവുകൾ അടിസ്ഥാനമാക്കി ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്ന വേതനത്തിൽ വർധനവ് ഏർപ്പെടുത്തുമെന്നും അത് പരമാവധി 400 രൂപയാക്കി ഉയർത്തുമെന്ന് പാർലമെന്ററി സമിതി ഇപ്പോൾ നൽകിയിരിക്കുന്നു. അതായത് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ 346 രൂപ, ഒരു 20% വർധനവായിരിക്കും ഇതിന്റെ ഭാഗമായി ഉണ്ടാകും. അതോടൊപ്പം തന്നെ തൊഴിലുറപ്പിന്റെ പ്രവൃത്തി ദിനങ്ങൾ കൂട്ടണമെന്നും നിർദ്ദേശമുണ്ട്. നിലവിൽ 100 ദിനങ്ങളാണ് തൊഴിലുറപ്പിൽ പരമാവധി ലഭിക്കുന്നത്. അത് 150 ഉയർത്തണമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ മുൻപിലേക്ക് പാർലമെന്ററി സമർപ്പിച്ചു കഴിഞ്ഞു. കേന്ദ്രം ഇത് വൈകാതെ തന്നെ പരിഗണിക്കും എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന അറിയിപ്പ്. അതോടൊപ്പം തന്നെ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് തൊഴിലാളികൾ പിന്മാറുന്ന സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടി ക്ഷേമനിധി ബോർഡ് ആരംഭിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ മാസം തോറും ഒരു അംശാദായി അടച്ചാൽ പ്രതിമാസം പെൻഷൻ ലഭിക്കുന്ന രീതിയിലായി മാറുകയും ചെയ്യും. ഇതുപോലുള്ള ഇൻഫർമേഷൻ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.